ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ബീഫ് ചുക്കയായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇത് പൊറാട്ടയുടെ കൂടെ വെക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറയേ വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്തിട്ട് ഫോട്ടോ കഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതൊന്ന് കോരിയാൽ മതി, അധികം കാരണമൊന്നും പോകണ്ട. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇതാക്കണം, നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ആ സവാള ഇതുപോലെ നേരിയ രീതിയിലാണ് മുറിച്ചിട്ടത്. അതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം, അധികം കരഞ്ഞൊന്നും പോവരുത്. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ എടുക്കൂലേ, ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇപ്പോൾ ഇതാക്കണ സവാള ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം. ഇത് അധികം കാരണമൊന്നും പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടൊന്ന് മുക്കിയെടുക്കാം ഈ എണ്ണയിൽ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഫ്ലേവറിനും അവസാനമായിട്ടൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാനുമാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക് എന്ന് പറയുമ്പോൾ അത് വറുത്തെടുത്തതൊന്നുമല്ല കേട്ടോ. അപ്പം അത് 1 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഈ വലിയ ജീരകവും ചെറിയ ജീരകവും അതൊന്നും വറുത്തെടുത്തല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്ക ഉണ്ടാക്കിയ പോലെ തന്നെയാണ്. ഫസ്റ്റ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ബീഫിലേക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി എന്ന് പറയുമ്പം കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത്, അല്ലെങ്കിൽ ഇതിന് വറ്റൽമുളകൊന്നും പറയും കേട്ടോ, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായത് തേങ്ങാക്കൊത്തില്ലേ അതും. അതിൽ ഫുള്ള് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഇതാക്കണ ഒരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നല്ല അടി കട്ടിയുള്ള ചട്ടിയാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കിയാൽ മതി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 വിസിലും അടിച്ചെടുക്കണം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതാക്കണ നമ്മുടെ ബീഫ് ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ കഴിക്കാൻ കൊതിയായി. അപ്പോൾ നമ്മൾ ഇതാക്കണത് പൊറാട്ടയുടെ കൂടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും നേരത്തെ നമ്മൾ എണ്ണയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തേങ്ങാക്കൊത്തും ഒന്ന് ഫ്രൈ ചെയ്തില്ലായിരുന്നു, അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചിക്കൻ ചുക്കയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ.